ഷാജിർ ഖാൻ, എന്താണ് നമ്മുടെ സർവകലാശാലകളിൽ സംഭവിക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലം സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു. സർവകലാശാലകളിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കണ്ടതാണ്. വൈസ് ചാൻസലർമാരുടെ നിയമനം പോലും നീണ്ടുപോകുന്നു. താൽക്കാലിക വിസികളെ നിയമിച്ചുകൊണ്ടാണ് സർവകലാശാല ഭരണം തന്നെ നടത്തി വന്നത്. ദാ ഇപ്പോൾ ഭരണം മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തേക്ക് എത്തിയതോടുകൂടി SFI സർവകലാശാലകളിൽ കൂടുതൽ ആക്റ്റീവ് ആകുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി വരികയാണ്. അതാണ് ഇന്ന് നമ്മൾ എടുത്തു കാട്ടുന്ന ഏതാണ്ട് കണ്ണൂരിലും തുടങ്ങി തിരുവനന്തപുരം വരെ വിവിധ സർവകലാശാലകളിലായി നടക്കുന്ന സംഭവങ്ങൾ. എന്തിനുള്ള നീക്കമാണ് സർവകലാശാലകളിൽ നടക്കുന്നത്? രേണു, ആദ്യം ഈ സഞ്ജീവ് ആദ്യം പറഞ്ഞ, അതായത് ഞാൻ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രതിനിധിയാണെന്ന് പറഞ്ഞത് ഞാൻ തിരുത്തുകയാണ്. ഞാൻ സേവ് എഡ്യൂക്കേഷൻ പ്രസ്ഥാനത്തിന്റെയും വിദ്യാഭ്യാസ പ്രവർത്തന നിലയ്ക്കാണ് പങ്കെടുക്കുന്നത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രതിനിധിയല്ല. അത് അദ്ദേഹത്തെ ആദ്യം അറിയിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോ SFI നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണം. SFI മാത്രമല്ല, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സമൂഹവും മനസ്സിലാക്കണം. നമ്മൾ നേരിടുന്നത് പ്രാകൃതമായ ഒരു കേന്ദ്ര സർക്കാരിനെയാണ്, അവരുടെ വിദ്യാഭ്യാസ നയത്തെയാണ്. ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് സർവകലാശാലകളെയും ജനാധിപത്യത്തെയും മതേതര മൂല്യങ്ങളെയും ശാസ്ത്രത്തെയും എല്ലാം ഇല്ലാതാക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ്. ആ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം നയിക്കുന്നതിന് പകരം ഇപ്പോൾ SFI ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യങ്ങളാണ്. നമ്മളിപ്പോ ശവമഞ്ച ഘോഷയാത്ര നടത്തുന്നതും റീത്ത് വെക്കുന്നതും ഒരു വൈസ് ചാൻസലറെ ശാരീരികമായി ആക്രമിക്കുന്നതും രേണുക പറഞ്ഞത് കറക്റ്റാണ്. പ്രാകൃതമായ നടപടിയാണ്. അതിനേക്കാൾ ഭീകരമായ പ്രാകൃതമായ ഒരു കേന്ദ്ര സർക്കാരിനെ നേരിടാൻ ഈ പ്രാകൃതമായ മുറകൾ, അതിന് സമരവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന കാര്യം SFIയുടെ നേതാക്കളും പ്രവർത്തകരും ദയവായി മനസ്സിലാക്കണം. SFI സമരം ചെയ്യുന്നത് ഇപ്പൊ എത്ര കാലമായി? ഒരുപക്ഷെ വർഷങ്ങളായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജനാധിപത്യപരമായ ഒരു സമരം നടത്തിയിട്ടില്ല. ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളോ ഈ ശവമഞ്ച പരിപാടികളോ റീത്ത് വയ്ക്കൽ പരിപാടികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ശാരീരികമായി ആക്രമിക്കുന്നതോ അക്രമം നടത്തുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ജനാധിപത്യ സമരമല്ല എന്നതാണ് നമ്മൾ ഒന്നാമതായിട്ട് തിരിച്ചറിയാനുള്ളത്. ഇപ്പൊ ഡൽഹി പ്രക്ഷോഭം ഡെമോക്രാറ്റിക്കാണ്. അവിടെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. അത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. അത് ഈ നീറ്റ് ക്രമക്കേടിനെതിരായിട്ട് നടന്നിട്ടുള്ള അത് ഗംഭീരമായ ഒരു ദേശീയ ജനാധിപത്യ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തെ അത് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമാണ്. പക്ഷേ അതിന്റെ മറയിൽ ഇപ്പൊ സംസ്ഥാനത്ത് നടത്തിക്കൂടി കണ്ണൂർ സർവകലാശാലയിൽ IC ഘോഷ് വരുന്നതും ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതിലും ഒരു തെറ്റുമില്ല. അതിന് അനുമതി നിഷേധിക്കുന്ന വിധത്തിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെയോ സംഘപരിവാറിന്റെയോ രാഷ്ട്രീയം കേരളത്തിലെ സർവകലാശാലകളിലേക്ക് കൂടുതൽ കടന്നു വരുന്നു എന്നുള്ളതും വസ്തുതയാണ്. പക്ഷെ അതിന് ഉത്തരവാദി ആരാണ്? എന്തുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാലകളിൽ ഈ പറഞ്ഞ സംഘപരിവാർ രാഷ്ട്രീയത്തിനും അവരുടെ സംഘടനകൾക്കും ഈ വിധത്തിൽ ഇത്രയും ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് ആരാണ്? അത് നമ്മൾ അതിന്റെ ഒരു പശ്ചാത്തലം പഠിക്കണം. അത് പരിശോധിക്കുമ്പം SFI ഒന്നാം സ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അത് അക്രമ പ്രവർത്തനങ്ങളിലൂടെ, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ കലാലയങ്ങൾക്ക് അകത്തേക്ക് കടത്തിവിടുകയും അവർക്ക് അവിടെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ സിസാസ് തോമസ് സർവകലാശാല വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് സംഘപരിവാറിന്റെ രാഷ്ട്രീയം റെപ്രസെന്റ് ചെയ്യുന്നു. അവര് ആ രാഷ്ട്രീയത്തെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു. അഥവാ അവരിലൂടെ ഈ പറയുന്ന ഗവർണറോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ അത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അപ്പൊ അത് തീർച്ചയായിട്ടും അപലപനീയമായിട്ടുള്ള കാര്യമാണ്. ഒരു വൈസ് ചാൻസലർ ഡെമോക്രാറ്റിക് ആയിരിക്കണം, സെക്കുലർ ആയിരിക്കണം, അങ്ങേയറ്റം പ്രോ സ്റ്റുഡൻസ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളായിരിക്കണം. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല ഒരു VCയും ഒരു സർവകലാശാല എന്ന് വെച്ചാൽ എന്താണ്? അത് സ്വതന്ത്രമായ സ്ഥാപനമാണ്. വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. അവിടെ ഒരു പെർമിഷൻ എടുത്തിട്ട് പ്രൊട്ടസ്റ്റ് നടത്തണം എന്ന് പറയുന്ന സങ്കല്പത്തോടെ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മള് സ്വാതന്ത്ര്യ സമരം നടത്തിയത് ബ്രിട്ടീഷുകാരുടെ പെർമിഷൻ വാങ്ങിയിട്ടാണോ? അല്ലല്ലോ. ഇപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ നമ്മൾ സമരം ചെയ്യുന്നത്, ഇപ്പൊ നീറ്റ് ക്രമക്കേടുകൾക്കെതിരെ നമ്മൾ NTA-ക്കെതിരെ സമരം ചെയ്യുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ വാങ്ങിയിട്ടാണോ? അത് ജനാധിപത്യപരമായി അത് അവരുടെ ബാരിക്കേഡുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രക്ഷോഭം നടത്തുന്നത്. ലോകത്തെല്ലായിടത്തും ആ പ്രക്ഷോഭങ്ങൾ പെർമിഷന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പൊ അതുകൊണ്ട് പെർമിഷൻ എന്ന് പറയുന്നത് സാങ്കേതികമാണ്. ആ പെർമിഷൻ ഒരു ഹാളിനെ സംബന്ധിച്ച്, ഹാളിലെ അധികാരിയെ സംബന്ധിച്ച് അവർക്ക് രേഖാമൂലം പെർമിഷൻ കൊടുക്കണം. പക്ഷെ ഞങ്ങൾക്ക് പെർമിഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ഞങ്ങൾ മെയ് കരുത്തുള്ളവരാണ്,
സംഘബലമുള്ളവരാണ് എന്ന ചിന്ത അത് ജനാധിപത്യ വിരുദ്ധമാണ്. SFI സംബന്ധിച്ച പ്രശ്നം എവിടാണ്? അപ്പൊ അങ്ങനെ എന്തെങ്കിലും കീഴ്വഴക്കങ്ങളോ മര്യാദകളോ നിലവിലുള്ള സമ്പ്രദായങ്ങളോ പാലിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന SFIയും യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധതയുടെ മറ്റൊരു മുഖമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഈ പറയുന്ന സംഘപരിവാറിന്റെ വിദ്യാഭ്യാസ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ മതേതര സമ്പ്രദായങ്ങളെ തകർക്കുന്ന രാഷ്ട്രീയത്തെ ചെറുക്കാനാവില്ല. അവിടെയാണ് ഇതിന്റെ അപകടം കിടക്കുന്നത്. അപ്പൊ സർവകലാശാല വൈസ് ചാൻസലർമാരെല്ലാം തന്നെ ഏകദേശം ഇപ്പോ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അതേ പാതയിൽ വരുന്നു എന്നുള്ളത് വളരെ ശരിയാണ്. അത് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു കറുത്ത അധ്യായമാണ്. അത് സർവകലാശാലകൾ മാത്രമല്ല, വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല, രാജ്യം തന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കണം. ഇപ്പൊ അദ്ദേഹം രേണുക പ്രാകൃതമായ സമരമുറയാണെന്ന് പറഞ്ഞപ്പോ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് അദ്ദേഹം ഒരു വരി പറഞ്ഞു. അത് ആ വരി കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം അത്രയെങ്കിലും അദ്ദേഹം പറഞ്ഞല്ലോ. തീർച്ചയായും അതുകൊണ്ടാണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ അവസാനിച്ചതും അതുകൊണ്ടാണ്. അത് ഡിബേറ്റബിൾ ആണ് എന്ന കാര്യം SFI തന്നെ അംഗീകരിച്ചതുകൊണ്ടാണ്. ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ ഇല്ലാതിരുന്ന ശ്യാംരാജ് ആ വിഷയത്തിൽ എന്നെ ഏതോ പ്രതിസ്ഥാനത്ത് നിർത്തി വിചാരണ ചെയ്യുന്നത് കൊണ്ടാണ് ആ സമയത്ത് ഞാൻ അതിന് മറുപടി പറയാതിരുന്നതും. കാരണം അങ്ങനെ മാധ്യമപ്രവർത്തകരെല്ലാം അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ഇന്ന സ്ഥലത്ത് നിന്നോണം എന്ന് അവർ പറയുമ്പോൾ അതിനകത്ത് അങ്ങനെ പ്രതികരിക്കണമെന്നാണ് എനിക്ക് തോന്നിയതും. ശ്രീ സഞ്ജീവ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.